സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം. നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥനാപൂർവം ഈ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധ ദിനങ്ങളാണിത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി സ്വീകരിക്കുവാനും വേണ്ടി നാം ത്യാഗപൂർവം പരിശ്രമിക്കുന്ന സുദിനങ്ങൾ. അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ മക്കളായ നമുക്ക് വലിയ ദൈവകൃപയുടെ നിമിഷങ്ങളാക്കി മാറ്റാം. പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നാമ്മയുടെയും മകളായി ജനിച്ച കന്യക, ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി അവർക്ക് ലഭിച്ച മകളാണ് മറിയം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നൈർമല്യവും വൈശിഷ്ട്യവും വിശുദ്ധിയുമുള്ളവൾ. അവൾ സ്വർഗത്തിൻ്റെ സമ്മാനമാണ്. ഈ ഭൂമി ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന തിരുമുൽ കാഴ്ചയാണ് മറിയം. ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ അനാദികാലം മുതൽ തന്നെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. പാപരഹിതയായി അമല മനോഹരിയായി ഈ ഭൂമിയിൽ ജനിച്ച നിത്യ കന്യക. ദൈവകൃപ നിറഞ്ഞവൾ എന്ന് ഗബ്രിയേൽ മാലാഖയും കർത്താവിൻ്റെ അമ്മ, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് എലിസബത്ത് പുണ്യവതിയും ഇവളെക്കുറിച്ച് പ്രകീർത്തിച്ചു. ഈ കന്യക തൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും ഈശോയെ സ്വീകരിച്ചു. ഈ കന്യകയിലൂടെ ദൈവിക ജീവൻ ലോകത്തിന് സംലഭ്യമായി. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ അമ്മയുടെ, ഈ കന്യകയുടെ ജനനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കന്യക പാപരഹിതയായി ഉത്ഭവ പാപമില്ലാതെ ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ദൈവപുത്രനായ യേശു മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഉത്ഭവ പാപരഹിതയായി പാപലേശമില്ലാതെ ഈ കന്യക ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യരെല്ലാവരും ഉത്ഭവ പാപത്തോടെയാണ് ജനിക്കുന്നതെങ്കിലും ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ തിരുക്കുമാരന് അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കന്യക മറിയത്തെ ഉത്ഭവ പാപത്തിൽ നിന്നും സംരക്ഷിച്ചു. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയായി കറകളില്ലാതെ മാലിന്യമില്ലാതെ അവളെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാനവരാശിക്ക്, പ്രത്യേകിച്ച് ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കേണ്ട ജീവിത വിശുദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറിയം ജനനത്തിലും ജീവിതത്തിലും കാത്തുസൂക്ഷിച്ച കൃപ മാമോദീസായിലൂടെ നേടിയവരാണ് ഓരോ ക്രൈസ്തവരും. നമ്മുടെ വിശ്വാസം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജന്മപാപത്തിൽ നിന്ന് മാമോദീസ എന്ന കൂദാശ വഴി മോചനം നേടിയ നാം പരിശുദ്ധ അമ്മയെപ്പോലെ നിത്യതയിലേക്ക് പ്രവേശിക്കാനാവാത്ത വിധത്തിൽ ആത്മശരീര വിശുദ്ധികൾ കാത്തുസൂക്ഷിക്കണമെന്ന്, ദൈവകൃപയിൽ ജീവിക്കണമെന്ന് അമലോത്ഭവം എന്ന വിശ്വാസ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനം പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമെന്നത് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. ദൈവം വരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മയുടെ ജനനം. പരിശുദ്ധ അമ്മ ജനിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ നസ്രത്തിലെ ഈ കന്യക ജനിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്കകത്ത് ദൈവപുത്രൻ ജനിച്ചു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു മാതൃക ഈശോയെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങണം എന്നതാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുത, ഈശോയെ സ്വീകരിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കണം. അതോടൊപ്പം തന്നെ ഈശോയെ ലോകത്തിന് പകർന്നു നൽകണം. ഒപ്പം ഈശോയെ സ്വീകരിക്കാൻ മറ്റുള്ളവരെ നാം ഒരുക്കണം. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് പരിശുദ്ധ അമ്മ കാരണഭൂതയായതുപോലെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാൻ, ലോകത്തെ ഒരുക്കുവാനായിട്ട് ഒരു ദൗത്യം ഈ ജനന തിരുനാൾ നമ്മെ ഭരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ കാത്തിരിപ്പുകൾക്കും
ഒരവസാനമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ തിരുനാൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പറുദീസായിലാണ് രക്ഷകനെ വാഗ്ദാനം ചെയ്തത്. പറുദീസായുടെ കവാടം മുതൽ ജനങ്ങൾ കാത്തിരുന്ന പ്രവാചകനെ സ്വീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത പരിശുദ്ധ അമ്മയുടെ കാതുകളിലൂടെയാണ് ലോകം കേൾക്കുന്നത്. ദൈവം ഉത്തരം തരാൻ വൈകുകയല്ല. അനുയോജ്യമായ സമയത്ത് അനുയോജ്യരായ വ്യക്തികളിലൂടെ ദൈവം പ്രത്യുത്തരിക്കും എന്നതിന് തെളിവാണ് ഈ മംഗളവാർത്ത. ദൈവത്തിൻ്റെ ഉത്തരങ്ങളെ വേഗത്തിലാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയെപ്പോലെ നൈർമല്യത്തോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ നാം കാത്തിരിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ കാത്തിരിപ്പുകളും സഫലമാകും എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം പരിശുദ്ധ കന്യകമറിയമാണെന്ന് വിശുദ്ധ അംബ്രോസ് പുണ്യവാളൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവണിയാണ് പരിശുദ്ധ കന്യകമറിയം. മക്കളായ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടവും പരിശുദ്ധ കന്യകമറിയം തന്നെയാണ്. പരിശുദ്ധ അമ്മയാകുന്ന പാതയിലൂടെ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ, പരിശുദ്ധ അമ്മയാകുന്ന കവാടത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗരാജ്യത്തിൽ നിത്യതയിലേക്ക് എത്തിച്ചേരാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഈ തിരുനാളിൽ നിന്ന് ലഭിക്കുകയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിൽ സന്തോഷിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പാപത്തെ വെറുത്ത് തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആനന്ദം കണ്ടെത്താനാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിൽ ആനന്ദിച്ച്, ദൈവത്തിൽ നിന്ന് ആനന്ദം സ്വീകരിച്ച് ആ ആനന്ദം ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ആനന്ദവും സന്തോഷവും ആഹ്ലാദവും ഒന്നും നിലനിൽക്കുകയില്ല എന്നും അത് നമ്മെ നിരാശയിലേക്ക് നയിക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് ഈ ചിന്ത, ഈ ദൈവീക ചിന്ത നമ്മെ നയിക്കുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണം എന്ന ചിന്തയാണ്. വിജാതീയ രാജാക്കന്മാർ ക്രിസ്ത്യൻ രാജ്യങ്ങൾ തച്ചുടയ്ക്കാനായിട്ട് പടയോട്ടം നടത്തിയിരുന്ന കാലങ്ങളിൽ ക്രിസ്ത്യൻ വനിതകൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയങ്ങളിൽ കയറി തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ നാട് സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി നോമ്പും പ്രാർത്ഥനയും നടത്തിയിരുന്നതും, അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ സംരക്ഷണയിൽ വിജാതീയ രാജാക്കന്മാർ പരാജയപ്പെടുന്നതും പല ചരിത്രരേഖകളിലും നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. ഈ ജനന തിരുനാളിലൂടെ സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ശുദ്ധതയെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധനും ദൈവപുത്രനുമായ ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പാപക്കറ ഏശിയിരുന്നില്ല. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഉത്ഭവ പാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും അവൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. മനുഷ്യരെല്ലാവരും ഉത്ഭവ പാപത്തോടെയാണ് ജനിക്കുന്നതെങ്കിലും ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ അമ്മയാകുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവളെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയായി കറകളില്ലാതെ ഉത്ഭവ പാപത്തിൽ നിന്ന് ഒഴിവാക്കി കാത്തുസൂക്ഷിച്ചു. 1830 നവംബർ 27 വിശുദ്ധ കാതറിൻ ലെബൂറയ്ക്ക് പരിശുദ്ധ അമ്മ ഒരു പ്രത്യേക കാശുരൂപത്തിൻ്റെ ദർശനം നൽകുന്നുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 1858 മാർച്ച് 25 ഫ്രാൻസിലെ ലൂർദിൽ
ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയം വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ബെർണദീത്തയ്ക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി, ഞാൻ അമലോത്ഭവയാണ്. ഉത്ഭവപാപമില്ലാതെ പരിശുദ്ധ മറിയം ജനിച്ചു എന്നൊരു വലിയ സത്യമാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവ എന്ന വിശ്വാസ സത്യത്തിൽ നാം ആഘോഷിക്കുന്നത്. ഉത്ഭവ പാപം എന്താണ് എന്ന് നാം അറിയുമ്പോഴാണ് ഈ ആഘോഷത്തിൻ്റെ പ്രാധാന്യം ഏറുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് ഇതിന് ആധാരമായ ഒരു വചനഭാഗം നാം കാണുന്നത്. ആദി മാതാപിതാക്കളായ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ സസുഖം വാഴുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താകുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ചെവി കൊടുക്കാതെ തങ്ങളുടെ കൃപ നഷ്ടപ്പെടുത്തി പാപം ചെയ്ത് പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കളുടെ അനന്തര തലമുറകളായി ജന്മമെടുത്ത ഓരോ മനുഷ്യരും അവർക്ക് സ്വന്തമായി ഉണ്ടാകേണ്ടിയിരുന്ന കൃപയില്ലാത്തവരായി ജനിക്കേണ്ടി വന്ന അവസ്ഥയാണ് നാം പൊതുവെ ഉത്ഭവ പാപം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ തുടരുന്ന മാനവകുലത്തിൽ ജനിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവ പാപം ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരമൊരു കുറവില്ലാതെ ജനിക്കുവാൻ അനുവദിച്ചു എന്നതാണ് അമലോത്ഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പിശാചിനെ ശപിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ പറയുന്നു, നീ ശപിക്കപ്പെട്ടവനായിരിക്കും, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യകുലത്തിന് മോചനം നൽകാൻ, എന്നാൽ അതേസമയം സാത്താൻ്റെ തല തകർക്കാൻ അയക്കപ്പെട്ട ദൈവപുത്രന് ജന്മം നൽകേണ്ടവളായതിനാലാണ് സർവശക്തനായ ദൈവം അവൾക്ക് പാപമാലിന്യമേശാത്ത ജന്മം നൽകിയത്. ദൈവം അവൾക്ക് അമലോത്ഭവം നൽകിയപ്പോൾ രണ്ടാം ഹവ്വയായ അവൾ നിർമ്മലവും ദൈവഹിതത്തോട് പരിപൂർണമായും ചേർന്നു പോകുന്നതായ ജീവിതം വഴി തൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ ദൈവകൃപയാലാണ് ജനിച്ചതെന്നും ജീവിച്ചതെന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനായി, മംഗളവാർത്ത നൽകുവാനായി എത്തുന്ന ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് കാണുന്നു. രക്ഷകനായ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ വേണ്ടി കൃപ നിറഞ്ഞവളായാണ്, പാവക്കറ ഏശാത്തവളായാണ് ദൈവം അവൾക്ക് ജന്മം നൽകിയത്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം അങ്ങനെ രക്ഷാകര ചരിത്രത്തിലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാനവരാശിക്ക്, പ്രത്യേകിച്ച് ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കേണ്ട ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മറിയം ജനനത്തിലും ജീവിതത്തിലും കാത്തുസൂക്ഷിച്ച കൃപ മാമോദീസായിലൂടെ നേടിയവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിശ്വാസം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജന്മപാപത്തിൽ നിന്ന് മാമോദീസ എന്ന കൂദാശ വഴി മോചനം നേടിയ നാം പരിശുദ്ധ അമ്മയെപ്പോലെ നിത്യതയിലേക്ക് പ്രവേശിക്കാനാവുന്ന വിധത്തിൽ ആത്മശരീര വിശുദ്ധികൾ കാത്തുസൂക്ഷിക്കേണ്ടവരാണ്. ദൈവകൃപയിൽ ജീവിക്കണമെന്ന് അമലോത്ഭവ എന്ന വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന്, പൂർണ്ണമായ വിശുദ്ധിയിൽ കുറഞ്ഞതൊന്നിനും പറുദീസയിൽ സ്ഥാനമില്ലെന്ന്, കൃപ നിറഞ്ഞ ഹൃദയങ്ങളാണ് ദൈവത്തിന് സ്വീകാര്യമായ ഇടങ്ങളെന്ന് മറിയത്തിൻ്റെ അമലോത്ഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിക്കുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക എന്നതും. പരിശുദ്ധ അമ്മയ്ക്കൊപ്പം
ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുന്നതും വചനത്തെ ഉള്ളിൽ ധ്യാനിച്ച് വചനത്തിന് മാംസമാകാൻ സ്വന്തം ശരീരം നൽകിയ മറിയത്തെ പോലെ ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ നാമും പരിശ്രമിക്കേണ്ടതുണ്ട്. ക്രിസ്തുവെന്ന വചനത്തിന് നമ്മുടെ ജീവിതം വഴി സാക്ഷ്യം നൽകേണ്ടതുണ്ട്. സ്വന്തം പുത്രൻ്റെ കുരിശുമരണമെന്ന വേദന ഹൃദയത്തിൽ വാളായി തുളച്ചു കയറുമ്പോഴും തൻ്റെ വിളിയിലും വിശ്വാസത്തിലും വിശ്വസ്തയായിരുന്ന പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ജീവിത ബുദ്ധിമുട്ടുകളിൽ നാമും വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പഠിക്കേണ്ടതുണ്ട്. മറിയത്തിൻ്റേതുപോലെ നിർമ്മലവും ദൈവത്തിന് പ്രീതികരവുമായൊരു ജീവിതം നയിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജനന തിരുനാളിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ത്യാഗമനുഷ്ഠിച്ച് പരിത്യാഗത്തിലൂടെ നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥനാപൂർവം ഈ അമ്മയുടെ ജനനത്തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ അമലോത്ഭവം എന്ന വിശ്വാസ സത്യം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനപൂർവം സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ശുദ്ധതയിൽ ജീവിക്കുവാൻ, ലോകത്തിന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വിശ്വസ്തയോടെ നൈർമല്യത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ ജനന തിരുനാൾ അതിന് നമ്മളെ ഏറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.